ഒന്നാമത്തെ ലേഖനം 16-17 വാക്യങ്ങൾ ചേർത്താണ് എഴുതിയിരിക്കുന്നത്. വായിച്ചാട്ടെ. 18 ഉൾപ്പെടെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിലൊന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം നിരന്തരം ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോഴും നിരന്തരം ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. വചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നതേ എഴുതിയിട്ടുള്ളൂ. നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ബുദ്ധിമുട്ടോ പ്രയാസവും നമ്മൾ പറയുന്നത്. വചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഒന്നും വചനത്തിൽ നമ്മളോട് ആവശ്യപ്പെടില്ല. അത് ബുദ്ധിമുട്ടാണെന്നോ പ്രയാസമാണെന്നോ പറ്റില്ല എന്നോ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അല്പം മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോസ്തലൻ പൗലോസ് പറയുന്ന 3 കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ കാര്യം എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എപ്പോഴും സന്തോഷിപ്പീൻ, റിജോയ്സ് ഓൾവേസ് എന്നാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്ന അവസരത്തിൽ റിജോയ്സ് ഇൻ ദ ലോർഡ് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമാക്കി, കുറച്ചുകൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ഒന്നുകൂടെ പൗലോസ് ലീഗ അതിനെ വിശദീകരിക്കുകയാണ്. എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു. പക്ഷെ അതിൻ്റെ അവസാന ലേഖനമായ ഫിലിപ്പിയ ലേഖനത്തിൽ താനത് കൃത്യമായിട്ട് ഒന്നുകൂടെ വിശദീകരിച്ചു. സാധാരണ നിലയിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ ഒന്ന് വ്യാഖ്യാനിച്ചു പറഞ്ഞു. എന്താണ്? നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിക്കണം. അതാണ് വിഷയം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മുഖത്ത് സന്തോഷം കാണിച്ചുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ചോ അങ്ങനെ കുറെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ചോ അങ്ങനെ പ്രത്യക്ഷമായിട്ട് മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം ചെയ്യുന്ന എന്തോ കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിന് അന്തർഭാഗത്ത്, മനുഷ്യ മനസ്സിന്റെ അന്തർഭാഗത്ത്, മനുഷ്യ മനസ്സിന്റെ ഉപരിതലത്തിലെന്ന് പറയുന്നത് അത് എമോഷനൊക്കെ കാണിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. സ്തോത്രം. നമ്മളൊരു വചനം കേൾക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ശക്തമായിട്ട് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ പറഞ്ഞ് ആരാധിക്കുന്നതൊക്കെ ആ ഭാഗത്താണെന്ന് പറയാം. പക്ഷെ അതിന് താഴോട്ട് പോയെങ്കിലേ ശരിക്കുള്ള ആരാധനയാകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇത് പറയുന്നത് ആ മനുഷ്യന്റെ ഈ സബ് കോൺഷ്യസ് എന്ന് പറയുന്ന അവന്റെ എപ്പോഴും ഉണർന്നിരിക്കുന്ന, നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരിടമുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും ഇന്നർ പാർട്ടാണ്, ഏറ്റവും അകത്തുള്ള സ്ഥലമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ സംഗ്രഹിക്കുന്ന വചനം ഒരിക്കലും നഷ്ടപ്പെടില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. എമോഷണലായിട്ടുള്ള ഇടത്തെ നമുക്ക് വെക്കാൻ പറ്റുന്ന പല ചിന്തകളും കാര്യങ്ങളും അല്പം കഴിയുമ്പോൾ മറന്നുപോകും. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് അകത്തേക്ക് പ്രവേശിച്ചിട്ട് ഹൃദയത്തിന്റെ ഏറ്റവും ഉള്ളിൽ ഉള്ള ആ ഭാഗത്ത് എൻ്റെ അന്തരംഗം എന്ന് പറയുന്നത്, അതിനത്തിന്റെ വ്യവസ്ഥയിൽ എൻ്റെ അന്തരംഗം, അല്ലേ? അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, അല്ലേ? എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ ഏറ്റവും അകത്തെ ഭാഗത്ത് സൂക്ഷിച്ചു വെക്കുന്ന വചനം ഒരിക്കലും നഷ്ടപ്പെടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കൊച്ചുനാൾ ചെറിയ പ്രായത്തിൽ നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലോ ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ പലതും ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും അകത്ത് അത് സംരക്ഷിച്ചത് കൊണ്ടാണ്, സൂക്ഷിച്ചത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് വചനം പറയുന്നില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുനാളിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ സംഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു മറന്നു പോകത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സ് വരെ അവർ ഗ്രഹിക്കുന്ന ആത്മീയ സത്യങ്ങളാണ് പിൽക്കാലത്തെ അവരെ ആത്മീയ മനുഷ്യരാക്കി തീർക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ആ പ്രായത്തിൽ തന്നെ അടിത്തറ ഇടുക, അറിവിന്റെ അടിത്തറ, ആത്മീയ അറിവിന്റെ അടിത്തറ. നമ്മൾ ചിന്തിക്കുന്ന അവസരം കുഞ്ഞുങ്ങളാ, ഒന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് പോകരുത്. ആ ഒരു 3 വയസ്സ് വരെയാണ് എഡ്യൂക്കേഷൻകാർ പറയുന്നത്. 3 വയസ്സ് വരെ അവരുടെ അടിത്തറ ഇടുക.
അതിന്മേലാണ് പിന്നെ പണിയുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തെ, അപ്പോൾ സന്തോഷിക്കുക എന്ന് പറയുന്ന ഈ അവസരത്തിൽ വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ ഇമോഷണൽ ഭാഗത്തുള്ള ആ ഭാഗമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അകത്തോട്ട് മാറി കോൺഷ്യസ് ലെവലിൽ മാത്രമല്ല, സബ് കോൺഷ്യസ് ലെവലിൽ മനസ്സിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നമ്മൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഒന്നാണ് ക്രിസ്തുവിലുള്ള സന്തോഷം. ആമേൻ. ഒരു യേശു എന്നെ രക്ഷിച്ചു എന്നുള്ള ചിന്ത ഉപരിതലത്തിനപ്പുറത്ത് ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിരന്തരം ഉണ്ടായിരിക്കണം. ഞാൻ ഒരു ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ചിന്ത ഉപരിതലത്തിലല്ല, ആഴത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ടവന്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ള സത്യം ഹൃദയത്തിന്റെ ആഴത്തിലുണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ എന്തോ ഒരു വലിയ ആപത്തിൽ നിന്നാണ് വിടുവിക്കപ്പെട്ടതെന്നറിയാമോ? നരകത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടവനാണ് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ. അങ്ങനെയെങ്കിൽ ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിനകത്ത് നിരന്തരം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അതാണ് നമ്മളെ നേരെ നിർത്തുന്നത്. അതാണ് നമ്മളെ ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മളെ നേരെ നിർത്തുന്നത്. ക്രിസ്തുവിലുള്ള ഒരു പ്രത്യാശയും സന്തോഷവും. അത് നമ്മുടെ അകത്തെപ്പോഴും ഒരു ശാന്തതയും അകത്തെപ്പോഴും ഒരു എന്താണ് പറയുന്നത്, ആ വാക്ക് തന്നെയാണ് കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇംഗ്ലീഷിൽ സ്റ്റോം എന്നോ ഹരിക്കെയിൻ എന്നോ ഒക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ്. അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ധാരാളം ഉണ്ടാകാറുണ്ട്. ഇന്ത്യയിൽ അപൂർവം ഉണ്ടാകാറുണ്ട്. പക്ഷേ അവിടേക്ക് ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദേശം മുഴുവനും തകർത്താ പോകുന്നത്. ദേശം മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അത് നല്ല പെൺകുട്ടികളുടെ പേരൊക്കെയാണ് അവരിടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞ ദിവസം ആരോ ചർച്ച ചെയ്യാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് ദേശം മുഴുവൻ തകർന്നു പോകുന്ന ഈ ചുഴലിക്കാറ്റുകൾക്ക്, ഈ കൊടുങ്കാറ്റുകൾക്ക് ഈ സ്ത്രീകളുടെ പേരിടുന്നത്? അതിലേക്ക് പോകുന്നില്ല ഞാൻ, സ്വത്രം. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ആ ദേശം മുഴുവൻ, അമേരിക്കയിൽ ചില സ്ഥലങ്ങളുണ്ട്, മിക്കവാറും അവിടെ ഉണ്ട് ഈ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം അടിച്ച് തകർത്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് ആ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. അവിടെ വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുഴലിക്കാറ്റിൽ ഈസിയായിട്ട് പറന്നു പോകുന്ന വീടുകളാണ്. നമ്മുടെ വീടുകൾ ആ ചുഴലിക്കാറ്റിൽ അത്രയും നാശം ഉണ്ടാകുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഫ്രെയിമൊക്കെ ഉണ്ടാക്കി, തടി കൊണ്ട് ഫ്രെയിമൊക്കെ ഉണ്ടാക്കി അതിന്മേലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടാൽ മനോഹരമാണ്. പക്ഷേ ഈ ചുഴലിക്കാറ്റിൽ മിക്കവാറും ഈ വീടുകളൊക്കെ അങ്ങ് പറന്നു പോകും. അതുകൊണ്ട് അവർ ചെയ്യുന്നത്, ഏത് നല്ല വീടിൻ്റെയും അകത്ത് ഒരു കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ഒരു കബോർഡ് പോലുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കും. ഇതിൻ്റെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് കയറിയിരിക്കാം ഒരു കുടുംബത്തിന്. അത്രേ ഉള്ളൂ, അത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പറന്നു പോകും, പക്ഷെ അതവിടെ ഇരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ഒരു ചുഴലിക്കാറ്റിൻ്റെ നടുവിലൊരു സ്ഥലമുണ്ട്. ഇംഗ്ലീഷിൽ അതിന് ഐ ഓഫ് ദ സ്റ്റോം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ് ഇങ്ങനെ ചുറ്റി അടിച്ച് കൊണ്ടുപോകും. നിങ്ങൾ ചിത്രങ്ങൾ കണ്ടു കാണും. പക്ഷേ അതിനകത്തെ ഒരു സ്ഥലമുണ്ട്, ഒരു സ്പോട്ടുണ്ട്. അവിടെ നിങ്ങൾ നിന്നാൽ ഒരു കേടും വരത്തില്ല. സയന്റിസ്റ്റുകളൊക്കെ, ശാസ്ത്രജ്ഞന്മാരൊക്കെ പ്ലെയിനും കൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട് അതിനകത്തോട്ട്, ഇത് പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് ഇത് തകരുമെന്ന് തോന്നും, പക്ഷെ ആ നടുവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശാന്തമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ് ചുറ്റുമുണ്ടെന്ന് ഒരു തോന്നലും ഉണ്ടാകാത്ത തരത്തിൽ അതിനെ അതിനെ ചുഴലിക്കാറ്റിന് കണ്ണെന്നാണ് ഇംഗ്ലീഷിൽ, മലയാളത്തിൽ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റിന് കണ്ണെന്നാണ് പറയുന്നത്. ഐ ഓഫ് ദ സ്റ്റോം എന്ന ആ ഒരു സ്പോട്ടുണ്ട്, ഒരു സ്ഥലമുണ്ട് അവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന് പറയുന്ന ഈ അവസരത്തിൽ ഈ ഒരു അനുഭവമാണ് എൻ്റെ ഹൃദയത്തിൽ വരുന്നത്. ചുറ്റുപാടും എത്രമാത്രം തകർത്തെറിയുന്ന അനുഭവങ്ങളാണെങ്കിലും, എന്തെല്ലാം നടക്കുന്നെന്നാണെങ്കിലും, എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും, അതിൻ്റെ നടുക്ക് ആയിരിക്കുന്ന ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൽ എപ്പോഴും ഒരു സമാധാനം, എപ്പോഴും ഒരു ശാന്തത ഹൃദയത്തിൽ. ആ ശാന്തതയിൽ നിന്നാണ് സ്തോത്രം വരേണ്ടത്. ആ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നാണ്, ആ അനുഭവത്തിൽ നിന്നും ആ സമയത്താണ് നമ്മുടെ ഹൃദയത്തിൽ ആരാധനയും സ്തോത്രവും ഉയർന്നു വരേണ്ടത്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അയ്യോ എന്നുള്ള നിലവിളിക്ക് പകരം അയ്യോ എന്ന് പറഞ്ഞ ആരാണ് പറഞ്ഞത്? ദേവനാണ്. പക്ഷേ അയ്യോ എന്ന് പറഞ്ഞ് ഒരുത്തനുണ്ടെന്ന് പറഞ്ഞ അറിയാമോ? ഏലീശയുടെ ദാസൻ. ഏലീശയുടെ ദാസന് പ്രാർത്ഥന അറിയത്തില്ല, ആരാധന അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അവന് വെളിയിലോട്ട് ഇറങ്ങി നോക്കിയിട്ട് അയ്യോ യജമാനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീടിന് ചുറ്റും സൈന്യം വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ആരാം സൈന്യം വന്ന് വീടിന് ചുറ്റും നിറഞ്ഞിരിക്കുകയാണ്. അവനെ പറഞ്ഞ അയ്യോ എന്ന്. ഏലീശ ഒരിക്കലും അയ്യോ എന്ന് പറയത്തില്ല. ഏലീശ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏലീശ ദർശനം കാണുന്നവരാണ്. ഏലീശ ദൈവം അയച്ചതിനെ കാണുന്നവരാണ് ഏലീശ.
ഇത് രാവിലെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ ജീവിതത്തിന് ചുറ്റും കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിലും നമ്മുടെ ഹൃദയത്തിനകത്ത് സന്തോഷിക്കുവാനുള്ള വകയുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ക്രിസ്തുവിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത്. യേശു നമുക്ക് തന്നിരിക്കുന്ന നന്മകളിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. ദൈവത്തിന് മഹത്വം. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടെ പറയാം. കേട്ടിട്ടില്ലാത്തവരൊരു രക്ഷ ഉണ്ടായിരിക്കുമായിരിക്കാം. ശ്രീ ബുദ്ധന്റെ അനുയായിയായിരുന്ന ബോധിധർമ്മൻ ഉണ്ടാക്കിയ ഒന്നാണ് ഇന്നും അറിയപ്പെടുന്ന തഞ്ചാവൂർ ഡോൾ എന്ന് പറയുന്ന ഒന്ന്. തഞ്ചാവൂർ ഡോളാണ് പ്രധാനമായിട്ടും അവർ പറയുന്നത്. ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് മനുഷ്യരൂപത്തിലുള്ള തുകൽ കൊണ്ടുണ്ടാക്കിയ ഒരു പാവയാണ്. ഇന്നും അവിടെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ പാഠങ്ങൾ പഠിപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്നത് തഞ്ചാവൂർ ഡോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വീണ്ടും പറയുന്നു, ബുദ്ധന്റെ അനുയായിയായ ബോധിധർമ്മൻ ഉണ്ടാക്കിയ തന്റെ ശിഷ്യന്മാരെ ഒരു സത്യം പഠിപ്പിക്കാൻ ഉണ്ടാക്കിയതാണ്. എന്നറിയാമോ? ശിഷ്യന്മാരെ അതിനെ ഒരുത്തരോടത്ത് നിർത്തും. അടുത്ത് നിർത്തിയതിന് ശേഷമായിട്ട് ശിഷ്യന്മാരോട് പറയും, അതിനെ ഇടിക്കാൻ പറയും. ഒരുത്തനെ നിന്നുകൊണ്ട് ശക്തിയുള്ള ഒരുത്തനെ ഇടത്തു നിന്ന് ഇടിക്കാൻ ആ പാവ നേരെ താഴോട്ട് പോയിട്ട് ഭൂമി തലത്തോളം എത്തും. പക്ഷെ തിരിച്ചു വന്നിക്കും. മുൻപ് തന്നെ ഇടിച്ചാലും പുറകിൽ നിന്ന് ഇടിച്ചാലും ഇടത്തുനിന്ന് വലത്തുനിന്ന് ഇടിച്ചാലും ഇത് തന്നെയാണ്. എത്ര ശക്തൻ ഇടിച്ചാലും ഈ പാവ എന്ത് ചെയ്യും? ഇടി കഴിഞ്ഞ് വീട് എന്ന് തോന്നും, പക്ഷെ തിരിച്ചു വന്ന് നേരെ നിൽക്കും. ഇതൊരു ആത്മീയ സത്യം പഠിപ്പിക്കാനാണ്. പക്ഷെ ഞാനത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് ആഴത്തിൽ ക്രിസ്തുവിലുള്ള സന്തോഷമുള്ള ഒരു ദൈവത്തിന്റെ പൈതലിനെ മറിച്ചിടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അയാൾ ചെയ്തെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ പാവയുടെ ഏറ്റവും അടിയിൽ ഏറ്റവും താഴെ ഭാഗത്തെ മണൽച്ചാക്കിട്ടിരിക്കുകയാണ്. ആ മണൽച്ചാക്കാണ് വെയിറ്റ് ആണ്. ഇത് ശാസ്ത്രീയമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള തത്വമാണ്. ആ വെയിറ്റ് അവിടെ ഉള്ളിടത്തോളം അതിന് മുകളിലോട്ടുള്ള ഏതിനെ തകർക്കാൻ ശ്രമിച്ചാലും ഇടിച്ചിടാൻ ശ്രമിച്ചാലും തിരിച്ചു വന്നിക്കും. തലയ്ക്കകത്താണ് ആ വെയിറ്റ് എങ്കിൽ മറിഞ്ഞു വീഴും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ താഴെയാണ് ആ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആത്മീയ ശരിക്കും തലത്തയുടെ ഉപരിഭാഗത്ത് മാത്രം ആവശ്യമായിരിക്കുന്നതല്ല, നമ്മുടെ ഇമോഷണൽ ഭാഗത്ത് മാത്രം കൊണ്ടു നടക്കുന്നുണ്ടെന്നല്ല ആത്മീയം എന്ന് പറയുന്നത്. ഒരു പാട്ട് പാടുമ്പോൾ അല്പസമയം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അനുഭൂതിയെ മാത്രമല്ല നമ്മളെ നിലനിർത്തുന്നതെന്ന് രാവിലെ സമയം ഓർത്തുകൊള്ളണം. അതൊക്കെ നമ്മുടെ ഒരു തരത്തിൽ ആവശ്യമാണ്. പെന്തക്കോസ്തിന്റെ പ്രധാനപ്പെട്ട തത്വത്തിൽ ഒന്നാണത്. സന്തോഷിക്കുമ്പോൾ ആ സന്തോഷം ആദ്യം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ തലയുടെ ഉപരിതലത്തിലാണ്, മനസ്സിന്റെ. അത് ആവശ്യമാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് പ്രതികൂലത്തിന്റെ നടുവിലും പ്രശ്നത്തിന്റെ നടുവിലും തകർന്നു പോകുമെന്ന് തോന്നുന്നിടത്തും പിശാച് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇടിച്ച് നമ്മളെ താഴെയിടാൻ നോക്കുമ്പോഴും വീണ്ടും വീണ്ടും നേരെ നിൽക്കാനുള്ള കൃപയും ആമേനെ സ്തോത്രം ആത്മീയ ആരോഗ്യം നമ്മൾ ഏറ്റെടുക്കുന്നതാണ് ശരിക്കുമുള്ള സന്തോഷം എന്ന് പറയുന്നത്. ആ അനുഭവത്തിൽ നമ്മൾ പോകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലൻ പൗലോസാണ് 2 ലേഖനങ്ങൾ എഴുതിയത്. അപ്പോസ്തലൻ പൗലോസ് എവിടെ കിടന്നുകൊണ്ടാണ്? ഫിലിപ്പിയ ലേഖനം എഴുതിയത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്. 1ാമത്തെ കാരാഗ്രഹവാസത്തിലാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷകൾ ഏതാണ്ട് അവസാനിക്കുന്ന സമയമാണ്. കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹം നല്ല സ്ഥലമൊന്നുമല്ല. ഇന്നത്തെ ജയിലിനേക്കാൾ എത്രയോ ഘോരമായിട്ടുള്ള ഇടമായിരുന്നു അവിടുത്തെ കാരാഗ്രഹം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇന്നാണെന്നുണ്ടെങ്കിൽ കാരാഗ്രഹം തരാത്ത ആജീവനാന്തം മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണെങ്കിൽ അവന് കൈയും കാലും ഒന്നും ചങ്ങലോട് ബന്ധിക്കാറില്ല. പക്ഷെ അന്നങ്ങനല്ല. ചങ്ങലോട് ബന്ധിച്ചിരിക്കുന്ന ഈ അനുഭവത്തിൽ പോലും അപ്പോസ്തലൻ പൗലോസിന് പറയാനുള്ളത് കർത്താവിൽ സന്തോഷിപ്പിരുന്ന, എപ്പോഴും സന്തോഷിപ്പിരുന്ന. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചത്. കർത്താവിൽ എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരു ചെറിയ ചിന്ത കൂടെ അവിടെ പറഞ്ഞ അടുത്തേക്ക് പ്രവേശിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനം നേരിടാൻ പോകുന്ന ഒരു വലിയ വിഷയത്തെ മുൻകണ്ട് പ്രവചനാത്മാവിലാണ് ശരിക്കും അപ്പോസ്തലൻ പൗലോസ് എഴുതുന്നത്. എപ്പോഴും സന്തോഷിക്കുന്നത്. എന്താ പറയാമോ? ഏതാണ് BC 61 AD 61 62 ഇത് എഴുതിയെന്നാണ് പറയുന്നത്. പക്ഷെ 64 പീഡ ആരംഭിച്ചു. 64 നീറോ ചക്രവർത്തിയുടെ പീഡ ആരംഭിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അതിനോട് ഒരുക്കാനാണ് ഈ വാചനം എഴുതിയിരിക്കുന്നത്. അവൻ പീഡ ആരംഭിച്ച പിന്നീടാണ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് വരുവാനിരിക്കുന്ന ആപത്തുനിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യമായിരിക്കും ദൂതുകളാണ്. രാവിലെ നമ്മൾ ഏറ്റെടുക്കണം. ജീവിതത്തിൽ എന്തു വന്നാലും ഞാൻ തളരില്ല, ഞാൻ പിന്മാറില്ല, ഞാൻ നേരെ നിൽക്കുന്നുള്ള ഉത്തമ ബോധ്യവും ഉറപ്പും നമ്മൾ പ്രാപിച്ചു വേണം പോകാൻ. ജീവിതത്തിൽ ഏതൊരു വിഷയങ്ങൾ വന്നാലും ഏതെല്ലാം വിഷയങ്ങൾ വന്നാലും അവിടെ ദൈവത്തിന്റെ കരം ഉണ്ടായിരിക്കും എന്നുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായി വചനം പിന്നെയും പറയുന്നത്. ആമേൻ സ്തോത്രം. ശത്രു ഏത് തരത്തിൽ എവിടെ നിന്നെല്ലാം ഇടിക്കാൻ ശ്രമിച്ചാലും അല്പം ചാഞ്ഞാലും ചരിഞ്ഞാലും വീണ്ടും നിവർന്നു നിൽക്കും എന്നുള്ള ബോധവും ധൈര്യവും ഉറപ്പും ഇത് രാവിലെ പ്രാപിച്ചു കൊണ്ടുപോകണം. കാരണം എന്നറിയാമോ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ആ സന്തോഷം എന്ന് പറയുന്നത് മനുഷ്യൻ തന്ന സന്തോഷമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ എടുക്കാൻ കഴിയത്തില്ല.
സ്തോത്രം. നമ്മുടെ ചെയ്തി കൊണ്ടോ നമ്മുടെ പാപം കൊണ്ടോ അത് കുറയ്ക്കാനോ ഒരുപക്ഷെ ഇല്ലാതാക്കാനോ ഒരുപക്ഷെ സാധിച്ചേക്കാം. പക്ഷെ ദൈവം തന്നതിനെ ഇല്ലാതാക്കാൻ ശത്രുവിന് കഴിയത്തില്ല, ഒരു പിശാചിനും കഴിയത്തില്ല. ഇന്ന് രാവിലെ നിങ്ങൾ ദൂത് ഏറ്റെടുക്കണം. പ്രാർത്ഥിച്ച് പ്രാപിച്ച നന്മ, എപ്പോഴും എവിടെയും ഞാൻ പറയുന്ന, പ്രാർത്ഥിച്ച് പ്രാപിച്ച നന്മ ഇല്ലാതാക്കാൻ ശത്രുവിന് കഴിയത്തില്ല. നിങ്ങൾ നേരെ നിന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശു കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കും. കാരാഗൃഹത്തിലായിരുന്ന പത്രോസ് 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു എഴുതിയിട്ടുണ്ടല്ലേ. അതിനെക്കുറിച്ച് വ്യാഖ്യാനങ്ങൾ പലതും കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു വ്യാഖ്യാനം എൻ്റെ ഹൃദയത്തിൽ വരുന്നില്ല. ഒരു ദൈവിക സമാധാനം, അത്രയേ ഉള്ളൂ. അത് ദൈവത്തിൽ നിന്നും പ്രാപിച്ചൊരു സമാധാനം. എന്തുകൊണ്ടാണ് ആ അവസ്ഥ? കാരണം പിറ്റേ ദിവസം അവനെ കൊല്ലാൻ പോവുകയാണെന്ന് പോലും അവനറിയാം. യാക്കോബിനെ കൊന്നവൻ യഹൂദന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പത്രോസിനെ പിടിച്ചിട്ടിരിക്കുകയാണ്. അവനെ കൊല്ലുമെന്നുള്ള ചിന്ത ഒരുപക്ഷെ അവന്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. പക്ഷെ ഒന്നും ഭാരപ്പെടുന്നില്ല, ഒരു പരിഭ്രമവും ഇല്ല. ആമേൻ. ഒരുപക്ഷെ പത്രോസിനോട് ഒരുപക്ഷെ യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞതായിരിക്കും അവന്റെ ഹൃദയത്തിന്റെ ബലം എന്ന് പറയുന്നത്. നീ വൃദ്ധനായിട്ട് നിന്നെ ഒരാൾ നടത്തുന്നൊരു വാക്കുണ്ടല്ലേ, അറിയാമോ? നീ വൃദ്ധനായാലും സ്തോത്ര മറ്റൊരാൾ നിന്നെ കൈപിടിച്ച് നടത്തുന്നൊരു ചിന്ത, ആ ചിന്തയായിരിക്കും ഒരുപക്ഷെ അവനെ ബലപ്പെടുത്തിയത്. ഉടനെ ഒന്നും ജാപത്തില്ലെന്നുള്ള ചിന്ത. ദൈവ ദിവസം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ദൈവം സംസാരിക്കുന്ന വചനമൊക്കെ ഓരോ വിഷയത്തിൽ ഇടപെടുന്ന വചനമാണ്. അത് നമ്മൾ ഏറ്റെടുക്കണം. ഇത് രാവിലെ അറിഞ്ഞിരിക്കണം, ശാന്തതയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാനും ശാന്തതയോടുകൂടെ ഉറങ്ങുവാനും ശാന്തതയോടുകൂടെ സ്തോത്രം ക്രിസ്തീയ ജീവിതം നയിക്കുവാനും ആവശ്യമായിരിക്കുന്ന ദൈവിക സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. അത് ക്രിസ്തുവിലൂടെ മാത്രമാണ് നമുക്കത് ഉണ്ട്, അത് ഉറപ്പ് വരുത്തുക. രണ്ടാമത് പറയുന്നത് എന്താണ്? ഇടപെടാതെ എന്ത് ചെയ്യണം? ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നത്. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പ്രാർത്ഥന എന്ന് പറയുന്ന സമയത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനകത്ത് വരുന്നത് വാക്കുകൾ പ്രകടമാക്കി വാക്കുകൾ കേൾക്കത്തക്കവണ്ണം പ്രാർത്ഥിക്കുന്നതാണ്. ഒരിക്കലും അങ്ങനെ മാത്രം വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ആര് കേട്ടു? ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ആരും കേട്ടില്ലല്ലോ. ആരും കേട്ടോ? ഇല്ല, ആരും കേട്ടില്ല. പുരോഹിതൻ കേട്ടില്ലല്ലോ, കേട്ടില്ല. അവിടെ അധരങ്ങൾ അനങ്ങിയതല്ലേ ഉള്ളൂ. പക്ഷേ അവള് പറയുന്നത് ഞാൻ എന്ത് ചെയ്യായിരുന്നു? പ്രാർത്ഥിക്കായിരുന്നു. ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയം പകരിയായിരുന്നു പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കായിരുന്നാ പറയുന്നേ. അപ്പൊ ശബ്ദം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ? മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രാർത്ഥന മാത്രമല്ല പ്രാർത്ഥന, ശബ്ദം കൂടാതെ പ്രാർത്ഥിക്കാൻ കഴിയുമെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയുടെ ആത്യന്തികമായിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് ദൈവത്തോട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. നിരന്തരം ദൈവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനാണ് ശരിക്കും പറഞ്ഞ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന അവസരത്തിൽ പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുക. അങ്ങനെയാണെന്നാണ് നിരന്തരം ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവനാണ് നിരന്തരമായിട്ടും പ്രാർത്ഥിക്കുന്നത് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരുവനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തോട് ബന്ധപ്പെടും. ദൈവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ വേണമെന്നില്ല. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളിനോട് എപ്പോഴാണ് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? സ്നേഹമുള്ള ഉണ്ടെങ്കിൽ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കും, യാതൊരു സംശയമില്ല. അല്ലാത്ത അവസരത്തിൽ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വഴക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാത്ത സമയമായിരിക്കണം, അല്ലേ? അവർക്ക് രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും എന്ന് പറഞ്ഞു, പിന്നെ കുറെ മൗനമാവുന്നത് എന്തുകൊണ്ടാണ്? അതൊന്ന് ശരിയാക്കി വരാനായിട്ട് സമയം എടുക്കും. ആ സമയം എടുക്കുന്ന അത്ര എന്തോ ചെയ്യും? കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഇല്ല. നമുക്ക് രണ്ടു പേർക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് തീരുന്നത് വരെ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം, മിണ്ടത്തില്ല. എത്രയോ പ്രായമായ ആളുകൾ എത്രയോ വർഷങ്ങളായിട്ട് ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും പോവുകയാണ്, അല്ലേ? അപ്പൊ നമ്മുടെ ദൈവത്തോട് പിണങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥന ഇല്ലാതിരിക്കുന്നത്. പ്രാർത്ഥന മുടങ്ങുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് ദൈവത്തോട് എന്തോ പ്രശ്നമായി, നമ്മൾ തമ്മിൽ ദൈവം നമ്മളുമായിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് എന്തില്ല? പ്രാർത്ഥനയില്ല. അപ്പൊ ഇടപെടാതെ പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവത്തോട് എപ്പോഴും നമ്മുടെ ബന്ധത്തിലായിരിക്കണം. ദൈവത്തോട് എപ്പോഴും നല്ല ബന്ധത്തിലായിരിക്കുന്ന ഒരുവന് മാത്രമേ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ആ വാക്യത്തിനകത്തെ നിങ്ങൾ എപ്പോഴും ദൈവമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കണം എന്നായി പറയുന്നത്. ഇടപെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തോട് നല്ല ബന്ധം, ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് എന്ത് ചെയ്യണേ? സംസാരിക്കുക. വചനം എന്ന് പറയുന്നത് ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം വചനത്തിലൂടെ നമ്മോടും സംസാരിക്കും, അനുഗ്രഹമായി തീരും. അപ്പൊ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് വേറൊരു പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാനല്ല, മറ്റുള്ളവരെ കേൾപ്പിക്കാനുമല്ല. അങ്ങനെ ചെയ്യുന്ന പരീക്ഷന്മാരുണ്ട്, നമ്മളാ ഗണത്തിൽപ്പെടുന്നവരല്ല.
നമ്മളെ സംബന്ധിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ അല്ലെന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വേണം. ഇവിടെ പ്രാർത്ഥന ദൈവത്തോട് നമ്മൾ ബന്ധപ്പെടുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ മനസ്സിലാകും. അവർക്ക് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? മനസ്സിലാകും. ഹന്നയെ കുറിച്ച് വീണ്ടും ഞാൻ പറയുകയാണ്. ഹന്ന പ്രാർത്ഥിക്കുന്നത് കേട്ടില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനെ നോക്കിയാൽ തന്നെ അറിയാൻ പ്രാർത്ഥിക്കുന്നവനാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ മറ്റുള്ളവർ മനസ്സിലാക്കും, മറ്റുള്ളവർക്ക് മനസ്സിലാകും. അതാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ ചിന്തയിലേക്ക് വന്ന് അവസാനിപ്പിക്കാം. എന്താ പറയുന്നത്? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവ് താങ്ക്സ് ടു ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ് എന്നാ പറയുന്നത്. എല്ലാ സാഹചര്യത്തിലും സ്തോത്രം ചെയ്യണമെന്ന് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യക്തമാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ എന്ന് പറയുന്നതിന് വിവർത്തനം, അതിന് ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഗിവ് താങ്ക്സ് in all circumstances for this is God's will for you in Jesus Christ Jesus എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും നിങ്ങൾ സ്തോത്രം ചെയ്യണം. അപ്പോൾ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. പറ്റാത്തത് ദൈവം പറയത്തില്ല. പറ്റാത്ത ദൈവം എന്ത് ചെയ്യത്തില്ല? പറയത്തില്ല. നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലും നമ്മൾ സ്തോത്രം ചെയ്തേ പറ്റൂ. വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് വിഷയം എന്ന് പറയുന്നത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മേരി സഹോദരി ഇപ്പം മോനെ ജോലിയാണ്, കൂടെ ഉണ്ട്. ഇപ്പം മോന് ഇപ്പോഴും മിക്കവാറും കൂടെ ഉണ്ട് വീട്ടിലല്ലേ. ഇല്ലാത്ത ഒരു അവസരത്തിലാണ് രാത്രി തന്നെ ഉള്ളൂ. രാത്രി തന്നെ ഉള്ളൂ. വെളിയിൽ ഏതാണ്ട് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ മനസ്സിനകത്ത് ആ പാടി ഒരു ഭാരമോ പ്രയാസമോ ബുദ്ധിമുട്ടോ തന്നെയാ താമസിക്കുന്നവർക്കറിയാം. അപ്പോൾ എന്തോ അതിന് പ്രതിവിധി? സ്തോത്രം പറയുക. അല്ല എന്ന് നിങ്ങൾ പറ, പറ. അല്ല സ്തോത്രം എന്ന് പറയുക, അല്ലാതെ വേറെ വല്ല വഴിയുണ്ടോ? അതിൽ ഏത് സാഹചര്യത്തിലും അതാണ് ഇപ്പം. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ വേറെ ഓപ്ഷൻ എന്തില്ല? ഇല്ല. ആമേൻ. വേറെ ഓപ്ഷനൊക്കെ പിന്നീട് വരുമായിരിക്കാം. പക്ഷേ ആദ്യം തുടങ്ങുന്ന സ്തോത്രത്തിലാണ്. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക, നന്ദി പറയാൻ തുടങ്ങുക, സ്തോത്രം പറയുക. ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കാനാണ് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ട് സ്തുതിക്കണം? എന്തുകൊണ്ട് സ്തോത്രം ചെയ്യണം? സ്തുതിയാണ് സ്തോത്രം. രണ്ടും വ്യത്യാസമുണ്ട്. സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന് അറിഞ്ഞ് ദൈവത്തിന്റെ ആ മഹത്വം വർണ്ണിക്കുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നത്. 136 സങ്കീർത്തനം മുഴുവനും സ്തോത്രം ചെയ്യാനല്ലേ? ഞാൻ ആവർത്തിച്ചു പറയുന്നു. സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ പുകഴ്ത്തുക, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. പക്ഷെ സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, വിടുതലുകളെ ഓർത്ത് നന്ദി പറയുക. അതാണ് സ്തോത്രം. ഗിവ് താങ്ക്സ് എന്നാണ് ഇംഗ്ലീഷിൽ. ആരാണ് 136 സങ്കീർത്തനം മൊത്തം സ്തോത്രം പറയാനല്ലേ? നിങ്ങൾ അതിന് 2-3 വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ നിർത്താം. ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 136 സങ്കീർത്തനം 1-ാം വാക്യം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും. എന്തുകൊണ്ട് സ്തോത്രം ചെയ്യണം? അവൻ നല്ലവനായതുകൊണ്ട്. അവൻ സ്തോത്രം. നല്ലവനായതുകൊണ്ട്, നല്ലത് ചെയ്യുന്നത് കൊണ്ട്. നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ. നാം പാട്ടുപാടിയല്ലോ. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്ന് നമ്മെ അനുഗ്രഹത്തോട് നടത്തുന്നുണ്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ചില സാഹചര്യങ്ങൾ നന്മയ്ക്കല്ല എന്ന് തോന്നിയാലും രാവിലെ ഏറ്റെടുത്തുകൊള്ളണം. നന്മയ്ക്കാണെന്ന് വിശ്വസിക്കണം. ഒരു ചെറിയ പരാജയം നന്മയ്ക്കാണെന്ന് വിശ്വസിച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ വിജയമുണ്ട്. ആമേൻ. ചെറിയ പരാജയത്തിന് മുമ്പ് ക്ഷീണിച്ച് തളർന്നിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പോകാനല്ല നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ചെറിയ പരാജയത്തെ വിജയമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ബോധത്തോടുകൂടെ സ്തോത്രത്തിൽ തുടരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത്, ഇടപെടാതെ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുമെന്ന് പറഞ്ഞു. 136 സങ്കീർത്തനം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ചെയ്തതെല്ലാം അതിനകത്തുണ്ട്. എന്തിനു നിങ്ങൾ സ്തോത്രം ചെയ്യണം? ദൈവത്തെ പോലെ നല്ലവനാരുണ്ട്? ദൈവത്തെ പോലെ എല്ലാം നന്നായി ചെയ്യുന്നവനാരുണ്ട്? ഇന്ന് രാവിലെ സമയം പുറകിലേക്ക്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് സന്തോഷത്തോടെ നന്ദിയോടെ പറയാൻ കഴിയുമല്ലോ, ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. ദോഷമായിട്ടൊന്നും ചെയ്യുന്നവനല്ല. ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ദോഷമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ ആരെങ്കിലും നിരൂപിക്കാറുണ്ടോ?
നമ്മുടെ മക്കൾക്ക് ദോഷം വരണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ചിന്ത വരാറുണ്ടോ? നമ്മുടെ മക്കൾ നന്നാകരുതെന്നുള്ള ചിന്ത നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരാറുണ്ടോ? രാവിലെ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. പിതാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ച് എപ്പോഴും നന്മയാണ് ആഗ്രഹം, നല്ലതാണ് ആഗ്രഹം. നമ്മൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണം, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ജീവിത സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കണം എന്നൊക്കെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പലപ്പോഴും ചിലപ്പോൾ അതിന് വ്യത്യാസമായിട്ട് ചിലതൊക്കെ സംഭവിക്കും. പക്ഷെ ഓർത്തുകൊള്ളണം, അതിനെയെല്ലാം നേരെയാക്കി തരാനും നന്നാക്കി തരാനും ഒരുമിച്ച് കൂട്ടിയോജിപ്പിക്കാനും ദൈവത്തിന് കഴിയുമെന്ന്. അവൻ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. വചനത്തിലുണ്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളെ പോലും കൂട്ടി യോജിപ്പിച്ച് നന്നാക്കി അനുഗ്രഹമാക്കി തരാൻ ദൈവത്തിന് കഴിയുമെന്നല്ലേ? നമ്മളത് ഏറ്റെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമ്മൾ ഭാരപ്പെട്ടു പോകും, നിരാശപ്പെട്ടു പോകും. അങ്ങനെ നിരാശപ്പെട്ടു പോകുന്നവരാണ് ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് വിചാരിച്ച് പോയി ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന വേണ്ട കാര്യമാണ് ദൈവാത്മാ പറയുന്നത്. ഇടപെടാതെ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. നിങ്ങൾ ഇടപെടാതെ സ്തോത്രം ചെയ്യുന്നത് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസരം ദുഷ്ടന് വേറൊരു ചിന്തയും മനസ്സിൽ കൊണ്ടിടാൻ പറ്റത്തില്ല. ആമേ. ഞാനത് പറയട്ടെ, നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിൽ വെള്ളമാകട്ടെ പാലാകട്ടെ എന്തുമാകട്ടെ അതിനകത്ത് എന്തെങ്കിലും ഇനിയും കൊണ്ടിടാൻ പറ്റുമോ? ഇടാൻ പറ്റത്തില്ല. കാരണം അത് നിറഞ്ഞിരിക്കുന്നതിനകത്ത് വേറെ ഒന്നും ഇടാൻ പറ്റാത്തതുപോലെ സ്തോത്രത്തിൽ ജാഗരിച്ച് ഹൃദയം നിറച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ഹൃദയത്തിൽ പിശാചിന് വേറെ ഒന്നും കൊണ്ടിടാൻ പറ്റത്തില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അവന്റെ പരിപാടി എപ്പോഴും താല്പര്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിന് നിരാശ കൊണ്ടിടണം, പരാജയത്തിന്റെ ചിന്ത കൊണ്ടിടണം, ഇത് ശരിയാകത്തില്ല എന്നുള്ള ചിന്ത കൊണ്ടിടണം, ഇനി എന്തിനാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചിന്ത കൊണ്ടിടണമെന്നാണ്. പക്ഷേ നിങ്ങളുടെ ഹൃദയം സ്തോത്രം കൊണ്ട് നിറഞ്ഞിരുന്നാൽ, നിങ്ങളുടെ ഹൃദയം ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതി കൊണ്ട് നിറഞ്ഞിരുന്നാൽ പിശാചിന് അതിനകത്തൊന്നും കൊണ്ടിടാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിരന്തരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ആമേൻ. സ്തോത്രം. നിങ്ങൾ 14-ാമത്തെ വാക്യം കൊടുന്ന് വായിച്ചാട്ടെ, ഒരു പക്ഷെ പെട്ടെന്ന് തീർക്കാൻ. 136 സങ്കീർത്തനം 14-ാമത്തെ വാക്യം. ഇസ്രായേലിൽ നിന്നും ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവനെ. അതിന്റെ വാക്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടതാ. ഞാൻ നേരത്തെ പറഞ്ഞു 136 സങ്കീർത്തനത്തിന് സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത് എല്ലാം നമ്മളോട് ബന്ധപ്പെട്ടത്. അത് മുഴുവൻ വായിക്കാൻ സമയമില്ലല്ലോ. ഇസ്രായേലിൽ നിന്നും അന്യാരാധനയിൽ നിന്നും നമ്മളെ വിടുവിച്ചവനെ. ആരാധനയ്ക്ക് താല്പര്യം ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അന്യാരാധനയുടെ ബന്ധനത്തിലായിരുന്ന ജീവിതങ്ങളെ സ്തോത്രം ദൈവം വിടുവിച്ചെന്ന രാവിലെ സമയം ഈ ദൂതോടെ നിങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ ഏറ്റെടുത്തു കൊള്ളണം. ഹൃദയത്തിൽ ആരാധനയ്ക്ക് താല്പര്യമുണ്ടെങ്കിലും സ്തോത്രം പറയാൻ താല്പര്യമുണ്ടെങ്കിലും ദൈവത്തെ സ്തുതിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അത് പറ്റാത്ത തരത്തിൽ സ്തോത്രം അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ചുറ്റുപാടുകളുടെ നടുവിൽ കിടന്ന് ബന്ധനത്തിലായിരിക്കുന്നവരെ വിടുവിക്കുന്നവനല്ലേ നമ്മുടെ ദൈവം. നമ്മളെപ്പോഴും പലപ്പോഴും നമ്മളെയൊക്കെ ദൈവം വിടുവിച്ചതല്ലേ പ്രിയമുള്ളവര്. അതുകൊണ്ട് രാവിലെ ഏറ്റെടുത്തു കൊള്ളണം. ശത്രുവിന്റെ കരത്തിന്റെ വലയത്തിലായിരുന്നാലും ദേശത്ത് ജനത്തെ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയും. മിസ്രൈമിൽ നിന്ന് ജനത്തെ വിടുവിച്ചതുപോലെ ജനത്തെ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയും. അവിടെ ചുറ്റുപാടും കാണുന്നവരെല്ലാം ദൈവത്തിന്റെ ജനമാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ വാക്ക് പറയുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അവരുടെ ഹൃദയത്തിലെല്ലാം ദൈവം വെച്ചിട്ടുള്ള ഒരു ചിന്തയുണ്ട്, ദൈവത്തെ ആരാധിക്കണം. അതിനെ തകർത്ത് അതിനെ തരിപ്പണമാക്കി അത് ആ ഹൃദയത്തിൽ നിന്ന് ഉയരാതിരിക്കത്തക്കൊണ്ട് ശത്രു പിടിച്ചു വെച്ചിരിക്കുന്ന ജീവിതങ്ങൾ ആ ദേശത്തുള്ളത്. രാവിലെ ഏറ്റെടുത്തു കൊള്ളണം. അവരൊക്കെ ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന അവസരം അവരിൽ ഇടയിൽ നമ്മളെ പുറപ്പെടുവിച്ചു. അവര് നിങ്ങൾ വായിച്ചു നോക്കണം. പലപണ്ട് രാജക്കാരന്മാരെ നിഗ്രഹിച്ചവനെ ബാശാ രാജാവ് യോഗ്യനെയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ഇസ്രായേൽ ജനത്തെക്കാൾ ബലമുള്ളവരായിരുന്നു അവരെ. ഇസ്രായേൽ ജനത്തെക്കാൾ ആയുധങ്ങളുള്ളവരായിരുന്നു. ഇസ്രായേൽ ജനത്തെക്കാൾ സംവിധാനങ്ങളുള്ളവരായിരുന്നു. പക്ഷേ ജീവിതത്തിൽ അവന് കയ്യിൽ അവരുടെ ഇസ്രായേൽ ജനത്തിന്റെ കയ്യിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇസ്രായേൽ ജനത്തിന്റെ കയ്യിൽ പല കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ ആയുധങ്ങൾ മാത്രമേ ഇല്ലായിരുന്നു. നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളണം. ശത്രുവിനെ തോൽപ്പിക്കാൻ ആവശ്യമായ ആയുധങ്ങളില്ലായിരുന്നു. ചുറ്റുമുള്ള ജാതികളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെ പോലെ അവരുടെ പക്കൽ ആയുധങ്ങൾ ഇല്ലായിരുന്നു. കാരണം എല്ലാം വിട്ട് ഇറങ്ങി ഓടിപ്പോയവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഒന്നുണ്ടായിരുന്നു, അറ്റുപോകാത്ത സ്തോത്രം അവരുടെ നാവിലുണ്ടായിരുന്നു. രാവിലെ ദൂത് നിങ്ങൾ ഏറ്റെടുത്തു കൊള്ളണം. ശത്രുവിനെ നേരിട്ട് തോൽപ്പിക്കാൻ നമ്മുടെ പക്കൽ ആയുധങ്ങൾ ഇല്ല എന്ന് ചിന്തിച്ചാലും അവൻ ഒരിക്കലും അറ്റുപോകാത്ത ഒന്ന് നമ്മുടെ നാവിലെ സ്തോത്രവും നന്ദിയുമാണ്. ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയാണ്. ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്ന ആ സ്തുതി ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതകരമായിട്ട് വിടിവിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. എപ്പോഴും പറയുന്നതാണ്, ഒരുപക്ഷെ അരോചകമായിട്ട് ചിലർക്കെങ്കിലും തോന്നിയേക്കാമായിരിക്കാം. കാരാഗ്രഹത്തിൽ കിടക്കുന്നതായിട്ട് അപ്പോസ്തലൻ പൗലോസിനും ശീലാസിനും കയ്യിലെന്തൊട്ടെ ഒന്നുമില്ല, ഒരായുധവും ഇല്ല. മറുപക്ഷത്തെ ശത്രുവിന്റെ പക്കൽ എന്തെല്ലാം ആയുധങ്ങളാണ്, എന്തെല്ലാം ശക്തിയാണ്. അവരെ കാത്തുകൊണ്ടിരിക്കുന്ന പടയാളികളുടെ അരക്കെട്ടിൽ തന്നെ അവൻ വാളുണ്ട്.
അതിനപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ആ കാരാഗ്രഹത്തിൽ അവിടെ ഇവിടങ്ങളിലായിട്ട് പടയാളികൾ നിൽക്കുകയാണ്. ഒരുത്തൻ രക്ഷപ്പെടാൻ കഴിയാത്തരുത്, രക്ഷപ്പെടാൻ പാടില്ല. ഒരുത്തൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കാരാഗ്രഹ പ്രമാണി കൊല്ലപ്പെടണം. അതായിരുന്നു റോമൻ നിയമം. അതുകൊണ്ട് പടയാളികളെല്ലാം എപ്പോഴും ജാഗരൂകരായിട്ട് വാൾ അവരുടെ കരയ്ക്ക് കെട്ടിക്കൊണ്ട് ആയുധങ്ങൾ ഏന്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുന്ന പൗലോസിനും ശീലാസിനും കയ്യിലും തൊട്ടെ ഒന്നുമില്ല. പക്ഷെ ഇന്ന് രാവിലെ സമയം ദൂതേറ്റെടുത്തോടെ ഞാൻ നിർത്തുമ്പോൾ അവരുടെ നാവിൽ അറ്റുപോകാത്ത സ്തോത്രങ്ങൾ സ്തുതികളും ഉണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലും സ്തോത്രം പറയാൻ പഠിച്ചവനായിരുന്നു പൗലോസേ. ഏത് സാഹചര്യത്തിൽ ദൈവത്തെ സ്തുതിക്കാന് ആരാധിക്കാന് പഠിച്ചവനായിരുന്നു പൗലോസേ. അതുകൊണ്ട് അത് മതി, ദൈവപ്രവർത്തിക്ക് വേണ്ടി അത് മതി. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ, കയ്യിൽ ഭൗതികമായിട്ടുള്ള ലോകപ്രകാരമുള്ള ഒന്നുമില്ലെങ്കിലും ആദരത്തിൽ ദൈവത്തിന്റെ സ്തുതി ഉണ്ടെങ്കിൽ, നന്ദി പറയുന്ന നാവുണ്ടെങ്കിൽ, സ്തോത്രം ചെയ്യുന്ന ഹൃദയമുണ്ടെങ്കിൽ അത് മതി വിടുതലിന് വേണ്ടി. രാവിലെ ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ, സ്തോത്രത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് രാവിലെ ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ നീങ്ങണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് പ്രവചനാത്മാവിൽ സംസാരിക്കുന്ന ദൂതുകൾ പലപ്പോഴും ജീവിതത്തിൽ ശത്രു കൊണ്ടുവരാൻ സാധ്യതയുള്ള ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും നിവർന്നു നിൽക്കാനും ബലത്തോടെ നിൽക്കാനും ജയത്തോടെ നിൽക്കാനും ആവശ്യമായിരിക്കും ദൂത് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ജനത്തോട് ദൈവാത്മാവ് സംസാരിച്ചല്ലോ. നമ്മുടെ പക്കൽ ലോകപ്രകാരം പലതുമില്ലാതിരിക്കാം. ശത്രുവിനെ നേരിടുവാൻ ലോകപ്രകാരം നമ്മുടെ പക്കൽ ഒന്നുമില്ലായിരിക്കും. പക്ഷെ ഇന്ന് രാവിലെ ഏറ്റെടുത്തുകൊള്ളുക. നമ്മുടെ നാവിൽ സ്തോത്രമുണ്ടെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരാഗ്രഹത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരവും ശക്തിയും നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടെ നിങ്ങൾ മടങ്ങിപ്പോണം. ദൈവത്തിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിച്ച തോർത്ത് ഈ ശുശ്രൂഷയിൽ, ആരാധനയിൽ ദൈവസാന്നിധ്യം കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചോർത്ത് കരങ്ങൾ ഉയർത്തും സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. നമ്മോടുകൂടെ കടന്നു വരാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഇടങ്ങൾ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കേട്ട വാക്കുകളെ വചനങ്ങളെ ഓർത്തുകൊണ്ട് തുടർന്ന് ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിനും അനുഗ്രഹിക്കേണ്ടതിനും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മധ്യ ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ.